കുറച്ചധികം നാളിന് ശേഷമാണ് കുറച്ച് കാരയ്ക്ക കയ്യിൽ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ പണ്ട് സ്കൂൾ കാലഘട്ടമൊക്കെ ഓർത്തുപോകും. അന്നൊക്കെ ഉപ്പിലിട്ടതും പച്ചയ്ക്കുമൊക്കെ കാരയ്ക്ക ഒരുപാട് കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികം കാണാനില്ല. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അച്ചാറുണ്ടാക്കാം. അതുപോലെ തന്നെ കുറച്ചെടുത്ത് ഉപ്പിലിടുകയും ചെയ്യാം. ഞാനിതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം 2 പാത്രങ്ങളിലാക്കി മാറ്റിയിട്ടുണ്ട്. ഓരോ കാരയ്ക്കയും നെടുകെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് പെട്ടെന്ന് പിടിക്കാൻ സഹായിക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ആദ്യം ഒരു 3 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ 1.5 സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. ഉപ്പിലിടാൻ മാറ്റിവെച്ച കാരയ്ക്കയിലേക്ക് കാരയ്ക്ക മുങ്ങി നിൽക്കത്തക്കവണ്ണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ബാക്കി വെള്ളത്തിലേക്ക് അച്ചാറിടാനുള്ള കാരയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. കാരയ്ക്ക ഒന്ന് വെന്ത് പൊട്ടി വരുമ്പോഴേക്കും വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ കളർ മാറി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വെള്ളം കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 സ്പൂൺ ഉലുവയും കടുകും കൂടി നന്നായി വറുത്ത് പൊടിച്ചെടുക്കുക. ഇതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല, പൊടിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി. ഇനി ഇതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയ്ക്കൊപ്പം ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ടോ അതല്ലെങ്കിൽ തോല് കളഞ്ഞ് ഇട്ടിരുന്നാലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കട്ട കായമാണ്. കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മസാല ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ മതി. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നിറം മാറി ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരയ്ക്ക കുറഞ്ഞ അളവിലെ ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഫ്ലെയിം നന്നായി കുറച്ച ശേഷം എണ്ണയിലേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം. മുൻപ് കാരയ്ക്ക വേവിച്ചപ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ പൊടിയിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം കാരയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ച് ലൂസായിട്ടുള്ള കൂട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് തൊട്ട് മുമ്പായി നമ്മൾ ആദ്യം കടുകും ഉലുവയും കൂടെ പൊടിച്ചു വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി ഇറക്കി വെക്കാം. കാരയ്ക്ക അച്ചാർ റെഡി. ചൂടാറുമ്പോൾ ഒട്ടും നനവില്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ കാരയ്ക്ക സീസൺ ആണല്ലോ, കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഉപ്പിലിടാൻ വെച്ചിരുന്ന കാരയ്ക്ക നോക്കാം. വെള്ളത്തിൻ്റെ ചൂടെല്ലാം മാറി കാരയ്ക്ക ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. മുളകിനായിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് എടുത്താലും മതി. ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഈ കാരയ്ക്കയും ഈ കാന്താരിയും കൂടി മിക്സ് ചെയ്ത് കൂടെ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കിടിലൻ സാധനമാണ്. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ.